കുടുംബ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. വേദനയുണ്ടോ അമ്മച്ചി? 8 വർഷമായില്ലേ മോളെ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. എൻ്റെ വേദനയൊക്കെ പോയി. ഹലോ, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? വയ്യാണ്ടായി സാറേ. 2 ദിവസമായി വല്ലാതെ കൂടുതലാ. സാറിനെ കാണണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സാറിവിടെ വന്നിരുന്നെങ്കിൽ. അനു, പറഞ്ഞതിൽ കൂടുതൽ ശമ്പളം തന്നാ എന്റെ അമ്മയെ നോക്കാൻ നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. അത് നീ മര്യാദയ്ക്ക് ചെയ്യൂ. അമേരിക്കയിലെ എന്റെ തിരക്കിനെ കുറിച്ച് നിനക്കെന്തറിയാം? നീ അമ്മയ്ക്ക് കൊടുത്തേ. ശരി അമ്മച്ചി, മോനാ. ഹലോ സുഖമല്ല അമ്മേ? മോനെ, എനിക്ക് നിന്നെ കാണാൻ വല്ലാത്തൊരാഗ്രഹം. മോനെ, നീ ഒന്ന് ഇവിടെ വരെ വരുവോ? അത് പിന്നെ ഞാൻ വരാം അമ്മേ. എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാ. മക്കൾ എന്തിയെ മോനെ? അവര് നല്ല ഉറക്കത്തില്ല. ഇവിടെ ഇപ്പം രാത്രിയല്ലേ. നീ എന്താ മോനെ ഉറങ്ങാത്തെ? കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് ഫിലിപ്പീൻസുള്ള ബിസിനസ് പാർട്ണറുമായിട്ട്. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാം. ആ ശരി. അവൻ്റെ 5ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ ചേട്ടനെ നഷ്ടപ്പെട്ടത്. പിന്നീട് അവനെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഇപ്പൊ അവനൊക്കെ വലിയ ആളായി പോയി. ദേ അമ്മച്ചി, കരയാനാ പരിപാടിയെങ്കിൽ അത് വേണ്ട കേട്ടോ. അവിടെ നിൽക്കാം. അമ്മച്ചി പിടിച്ചു നിന്നോണേ. ഞാൻ മരിച്ചാലെങ്കിലും അവൻ വരുമായിരിക്കും അല്ലേ? അമ്മച്ചി ഇപ്പൊ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അമ്മച്ചിയുടെ കൂടെ എപ്പോഴും ഞാനുണ്ട്. ഹലോ സർ, അമ്മ പോയി. ഹലോ, ഫ്രാൻസിസ് സാറല്ലേ? അതെ, ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. എന്താ പ്രസിഡന്റ്? സാറെന്താ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? ഞാനിവിടെ പെട്ടിരിക്കുകയാണ് പ്രസിഡന്റ്. എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. എൻ്റെ അമ്മ. സാറ് വിഷമിക്കണ്ട, ഞാനൊരു കാര്യം അറിയാൻ വിളിച്ചതാ. നിങ്ങൾ വീട്ടിൽ ജോലിക്ക് നിർത്തിയ ഹോം നേഴ്സിന് ആ വീട് സ്ഥലം എഴുതി കൊടുത്തോ? ഇല്ലല്ലോ പ്രസിഡന്റ്, എന്തു പറ്റി? എന്നാൽ സാറിൻ്റെ അമ്മ അവർക്കതല്ല എഴുതി കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈശോയെ, 5 കോടി സ്വത്ത് അത് അമ്മയുടെ പേരിലായിരുന്നു.
മഴ കാണണമെങ്കിൽ കേരളത്തിൽ വരണം അല്ലേ സാറേ? എന്റെ അമ്മയെ കൊന്നിട്ട് എന്റെ എല്ലാ സ്വത്തും കൈക്കലാക്കി അല്ലടി ഫ്രാൻസിസ്, അച്ഛാ, അച്ഛൻ അറിഞ്ഞോ ഇവള്? ഫ്രാൻസിസേ, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 5 കോടിയുടെ സ്വത്ത് പോയി എന്നറിഞ്ഞപ്പോ ആ നിമിഷം നീ ഇന്ത്യയിലേക്ക് പറന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിന്നെ നൊന്തുപെറ്റ് ആരും സഹായത്തിനില്ലാതെ പോറ്റി വളർത്തി ഈ നിലയിലെത്തിച്ച അമ്മയ്ക്ക് നീ എന്ത് വിലയാണ് ഇട്ടിരിക്കുന്നത്? മരിച്ചാലെങ്കിലും നീ എൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വിളിക്കരുതെന്നെ നീ അങ്ങനെ. എന്ത് യോഗ്യതയാ നിനക്കെന്നെ അമ്മയെന്ന് വിളിക്കാനുള്ളത്? ഞാൻ മരിച്ചാലെങ്കിലും നീ വരുമോ എന്ന് എനിക്കറിയണമായിരുന്നു. എന്തായാലും സ്വത്ത് പോയെന്നറിഞ്ഞപ്പോൾ നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഫ്രാൻസിസേ, ഈ വീടും സ്വത്തും സ്ഥലമെല്ലാം എൻ്റെ നല്ല പ്രായത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇവക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നിനക്ക് പോകാം. സാറേ, എനിക്കൊന്നും വേണ്ട സാറേ. സാറും അമ്മ സന്തോഷമായിട്ടിരുന്നാ മതി, അത്രേ ഉള്ളൂ. സാർ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കും. എനിക്കറിയാം സാറിൻ്റെ അമ്മയെ. സാർ ചെല്ല്. കാരുണ്യ വർഷത്തിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നതിനായി നാം നിരന്തരമായി സ്വീകരിക്കേണ്ടുന്ന അനുരഞ്ജന കൂദാശയെക്കുറിച്ച്, വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. കടന്നുപോയ ഭാഗങ്ങളിൽ ഈ അനുരഞ്ജന കൂദാശയോട് ബന്ധപ്പെട്ട് കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാവേണ്ട പാപബോധത്തെക്കുറിച്ച്, പിന്നീട് ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞു നിന്ന് പാപങ്ങൾ ഏറ്റുപറയുന്നതിനെക്കുറിച്ച്, ഈശോയുടെ സാന്നിധ്യമായി കുമ്പസാരത്തിൽ നമ്മെ സഹായിക്കുന്ന പുരോഹിതൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. ഈ അനുരഞ്ജന കൂദാശയോട് ബന്ധപ്പെട്ട 4ാമത്തെ കാര്യത്തിലേക്ക് ഇന്ന് നാം വരികയാണ്. അത് മറ്റൊന്നുമല്ല, കുമ്പസാരം സൗഖ്യദായകമാണ്. ആർക്കാണ് ആരോഗ്യം വേണ്ടാത്തത്? ആർക്കാണ് രോഗത്തിൽ നിന്ന് വിമുക്തി വേണ്ടാത്തത്? ഇതാ ഈ അനുരഞ്ജന കൂദാശയിൽ ഏറ്റവും വലിയ ഭിഷഗ്വരനായി ഈശോ കാത്തിരിക്കുകയാണ്. എന്തിനായി? നിനക്ക് സൗഖ്യം നൽകാൻ. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥയുണ്ട്. അത് ശാരീരിക തലത്തിലാവാം, മാനസിക തലത്തിലാവാം, ബൗദ്ധിക തലത്തിലാവാം, സാമൂഹ്യ തലത്തിലാവാം, ആധ്യാത്മിക തലത്തിലാവാം. ഈ രോഗാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അനാരോഗ്യാവസ്ഥയിൽ നിന്ന് ആരോഗ്യാവസ്ഥയിലേക്ക് നയിക്കാൻ
സാധിക്കുന്നവനാണ് സൗഖ്യദായകനായ ഈശോ. മറ്റേതൊരു വൈദ്യനേക്കാളും ശ്രേഷ്ഠനാണ് ഈശോ എന്ന വൈദ്യൻ എന്ന് വ്യക്തമാക്കുന്നുണ്ട് തിരുവചനം. തിരുവചനം പരിശോധിച്ചാൽ അവൻ ഏതൊക്കെ ആളുകൾക്കാണ് സൗഖ്യം നൽകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. കൈ ശോഷിച്ചവനെ അവൻ സുഖപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച നൽകുന്നു, തളർവാദ രോഗിയെ അവൻ ആരോഗ്യമുള്ളവനാക്കുന്നു, ഉദരരോഗിയെ സുഖപ്പെടുത്തുന്നു, മരിച്ചവനെ ഉയിർപ്പിക്കുന്നു. ഈ ദൈവത്തെക്കാൾ വലിയ വൈദ്യൻ എവിടെയാണ് ഉള്ളത്? ഈ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്ക് സഭയിൽ ലഭിക്കുന്നു നിരന്തരമായ കുമ്പസാര സ്വീകരണത്തിലൂടെ. നമുക്കെല്ലാവർക്കും നിരന്തരമായി ആരോഗ്യം, സൗഖ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിരന്തരമായി നാമും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ സൗഖ്യാനുഭവ കൂദാശയിലേക്ക് പോകാനിടയാവണം. കുമ്പസാരം സൗഖ്യദായകമാണ് എന്നത് നാം കാണുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആടിൻ്റെയും ആട്ടിടേൻ്റെയും ഉപമയിലൂടെ ഈ കാര്യം വ്യക്തമാകുന്നുണ്ട്. 100 ആടുണ്ടായിരിക്കെ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന ഇടയനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ കണ്ടുകിട്ടുന്ന നഷ്ടപ്പെട്ടു പോയ ആടിനെ ഈ ഇടയൻ തോളിലേറ്റി കൂട്ടത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന ചിത്രമുണ്ട്. ഇത്തരത്തിൽ മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന, കുഴിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ ആടിൻ്റെ അവസ്ഥ എന്താണ്? അത് മറ്റാടുകളെ പോലെ അല്ല. അതിന് മുറിവുകളുണ്ട്, ഒടിവുകളുണ്ട്, ചതവുകളുണ്ട്, മാനസിക ആഘാതം അതിനേറ്റിട്ടുണ്ട്. ഈ ആടിന് സൗഖ്യം വേണം. ഈ ഇടയൻ തലോടൽ നൽകുകയാണ്, മരുന്ന് പുരട്ടുകയാണ്. കുമ്പസാരത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും അവൻ പാപം ചെയ്തവനായതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് രോഗാവസ്ഥ, മുറിവുകളുടെ അവസ്ഥയുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ സൗഖ്യം കിട്ടണം. അതുകൊണ്ട് പാപവിമോചകനും ഭിഷഗ്വരനുമായ ഈശോ സൗഖ്യദായകനായി കുമ്പസാരക്കൂട്ടിലേക്ക് പുരോഹിതനിലൂടെ കടന്നു വരികയാണ്. തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ അവന് സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ, ഡോക്ടർമാരുടെ കൂട്ടത്തിൽ സമർപ്പണബോധത്തോടുകൂടെ ആ കാര്യം ചെയ്യുന്നവരുണ്ട്. ഒരു ജോലി എന്ന നിലയിൽ തൻ്റെ ദൗത്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നന്നായി പരിശോധിച്ച് ആ രോഗം ഭേദമാകത്തക്ക രീതിയിൽ ചികിത്സ നടത്തുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന്, കാലിലൊരു വ്രണവുമായി ഒരു രോഗി ഡോക്ടറെ സമീപിക്കുന്നു എന്ന് വിചാരിക്കുക. ഡോക്ടറിന് താല്പര്യമില്ലെങ്കിൽ തിരക്ക് കൂട്ടി ചികിത്സ ചെയ്യും. ആ മുറിവിൻ്റെ പുറത്തുകൂടെ അത്യാവശ്യം തൂത്ത് തുടച്ച് എന്തെങ്കിലും മരുന്ന് പുരട്ടും. പഴുപ്പും ചലവും ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഈ വ്രണം സുഖമാകില്ല. ഈ പറഞ്ഞതുപോലെ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയാനും സൗഖ്യത്തിലേക്ക് വരാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുറവിയുടെ മനോഭാവം ഉണ്ടാവണം. തീർച്ചയായും അത് ഇരിക്കുന്ന കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പുരോഹിതനുമുണ്ടാവണം, പാപമേറ്റു പറയുന്ന പാപാവസ്ഥയിലായിരിക്കുന്ന കുമ്പസാരിക്കുന്ന വ്യക്തിക്കും ഉണ്ടാവണം. ഏതായാലും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ എന്നോണം തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തിക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം കിട്ടുകയാണ്. കുമ്പസാരം സൗഖ്യദായകമാണ്. പാപമോചനത്തോടൊപ്പം സൗഖ്യവും ലഭിക്കുകയാണ്. കുമ്പസാരം സൗഖ്യദായകമാണ് എന്നത് സഭയുടെ വലിയ ഒരു വിശ്വാസവും പാരമ്പര്യവുമാണ്. ഈ ഒരു വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന അനേകം സാക്ഷ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു സാക്ഷ്യം വൈദികരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ വിയാനിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒരനുഭവം. അദ്ദേഹം കുമ്പസാരക്കാരനായി ജീവിത വിശുദ്ധിയിലൂടെ കടന്നുപോയി വിശുദ്ധനായി തീർന്ന ആളാണല്ലോ. രാവും പകലും അദ്ദേഹം കുമ്പസാരിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം
കുമ്പസാരിപ്പിക്കാനിരിക്കുകയാണ്. കുമ്പസാരിക്കാനായി നീണ്ട നിരയാണ്. ആ നിരയുടെ അന്ത്യത്തിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. പലർക്കും അറിയാവുന്ന സ്ത്രീയാണ്. പരസ്യ പാവനിയായിരുന്ന സ്ത്രീയാണ്. പക്ഷേ ഇപ്പോൾ അവൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവളുടെ ശരീരം മുഴുവൻ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ സ്ത്രീയുടെ ഊഴം വന്നു. കുമ്പസാരിക്കാനായി വിറയലോടെ അവൾ കുമ്പസാരക്കൂടിനെ സമീപിക്കുകയാണ്. മുട്ടുകുത്തി നിന്ന് തൻ്റെ മനസ്സ് തുറന്ന് കണ്ണീരൊഴുക്കി അവൾ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. യാനിയച്ഛൻ ഇവളെ കേട്ട ശേഷം ഉപദേശം നൽകി, പ്രാശ്ചിത്തം നൽകി, പാപമോചനം നൽകി. പാപമോചനം നൽകിയതോടുകൂടെ ഈ സ്ത്രീയുടെ ശരീരത്തുണ്ടായിരുന്ന പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ മീനിൻ്റെ ചെതുമ്പൽ അടന്നു വീഴും പോലെ ആ കുമ്പസാരക്കൂടിന് സമീപത്ത് അടന്നു വീണു എന്നതാണ് സാക്ഷ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓർക്കണം, നമ്മുടെ പാപങ്ങളെല്ലാം വ്രണങ്ങളാണ്. പാപങ്ങളെല്ലാം വ്രണങ്ങളായതുകൊണ്ട് സൗഖ്യദായകനായ ഈശോയ്ക്ക് നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ സൗഖ്യം നൽകാൻ സാധിക്കും. ചില ആളുകളുണ്ട്, പാപങ്ങൾ ഏറ്റുപറയില്ല, അത് മറച്ചു വയ്ക്കും. നമ്മുടെ മുറിവ് നാം മറച്ചു വയ്ക്കുന്നത് പോലെയാണ്. നമ്മുടെ അസുഖങ്ങൾ മറച്ചു വയ്ക്കുന്നത് പോലെയാണത്. അത് മറച്ചു വയ്ക്കുമ്പോൾ പിന്നെ അത് വഷളാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ചിലർ ആധ്യാത്മികമായി മരിച്ച അവസ്ഥയിലേക്ക്, ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകാനായി കാരണം തുടരെയുള്ള കുമ്പസാരത്തിൽ നിന്ന്, പാപം ഏറ്റുപറയുന്നതിൽ നിന്ന്, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിൽ നിന്ന് അവരകന്നു പോകുന്നു എന്നതാണ്. സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർ കുമ്പസാരത്തോട് ബന്ധപ്പെട്ട് ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ വഴി, പാപമോചനം വഴി നമുക്ക് ശാരീരികമായ സൗഖ്യം കിട്ടുമെന്നത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നീ കിടക്കയുമെടുത്ത് ഭവനത്തിലേക്ക് പോവുക എന്ന് ഈശോ പറയുന്നത് വഴി പാപമോചനം വഴി ശാരീരിക സൗഖ്യവും ലഭിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ലഭിക്കേണ്ടുന്ന സൗഖ്യം ശാരീരിക തലത്തിൽ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ സൗഖ്യത്തിൻ്റെ അനുഭവം കിട്ടണം. ശരീരത്തിന് കിട്ടണം, അവൻ്റെ ബുദ്ധിക്ക് സൗഖ്യം കിട്ടണം. ചിലർ ബൗദ്ധികമായി രോഗാവസ്ഥയിലാണ്, ഉത്തമമായ തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവിവേകത്തോടെ സംസാരിക്കുന്നു, അവിവേകത്തോടെ പെരുമാറുന്നു, തങ്ങളുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും മറ്റുള്ളവർക്ക് അസ്വീകാര്യമായി മാറുന്നു, ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ. ഞാൻ പറയും, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബൗദ്ധികമായ സൗഖ്യം ഉണ്ടാവണം, ചിലർക്ക് മാനസിക സൗഖ്യം ഉണ്ടാവണം. എല്ലാവരോടും വെറുപ്പായിരിക്കുന്ന അവസ്ഥ, ബന്ധങ്ങൾ തകർന്ന അവസ്ഥ, സർവരെയും ശത്രുക്കളായി കാണുന്ന അവസ്ഥ. മാനസികമായി സൗഖ്യമുണ്ടാവണം, ആത്മീയമായി സൗഖ്യമുണ്ടാവണം. സൗഖ്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രക്രിയ. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുന്നുവെന്ന് വിചാരിക്കുക. ആ ഡോക്ടർ ഈ രോഗിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ. ഈ രോഗി സഹകരിക്കുന്നില്ലെങ്കിൽ ഡോക്ടർ ഇയാൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സൗഖ്യം കിട്ടുമോ? ഡോക്ടർ എന്ത് പറയും? ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, മുറിവ് നനയ്ക്കരുത്, മരുന്ന് പുരട്ടണം, കൂടെ മരുന്ന് കഴിക്കണം. ഡോക്ടർ ഈ രോഗിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ രോഗി പാലിക്കാതെ വന്നാലോ സൗഖ്യം എളുപ്പമാണോ? അല്ല. ഇതുപോലെ തന്നെയാണ് കുമ്പസാരത്തിലും. കുമ്പസാരത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ഈ കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നില്ലേ? ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നിടത്ത് പോകരുത്, ഇന്നിടത്ത് പോകണം, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, തെറ്റിൻ്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെ എത്രയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ തന്നിഷ്ടം പോലെ ഈ കുമ്പസാരിച്ച ആൾ പോയാലോ സൗഖ്യ അനുഭവമാവുമോ? ഇല്ല.
അപ്പോൾ ഡോക്ടറും രോഗിയും കൂടെ ശ്രദ്ധിച്ചാലേ സൗഖ്യം അനുഭവമാവുകയുള്ളൂ. സൗഖ്യമെന്ന് പറയുന്നത് ഒരു പ്രക്രിയ തന്നെയാണ്. അത് തുടരേണ്ടതാണ്, സൗഖ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ, പാപം ഏറ്റുപറയുമ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യവും ഉറപ്പായി കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ പാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. പാപപ്പൊറുതി നേടി പോകുന്ന വ്യക്തി പുണ്യത്തിൽ വളരാൻ ശ്രദ്ധിക്കണം. പാപവും പാപസാഹചര്യങ്ങളും ഉപേക്ഷിച്ച് പോകാനുള്ള സന്നദ്ധത കാട്ടണം. ഇവിടെ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. കുമ്പസാരത്തിലൂടെ ദൈവം നമുക്ക് പാപമോചനവും സൗഖ്യവും തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന കാരുണ്യത്തോട് നിരന്തരം നമുക്ക് സഹകരിക്കാൻ സാധിക്കണം. പാപം ഉപേക്ഷിച്ചിട്ട് പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കാതെ വന്നാൽ ഇത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയില്ല. ഓരോ കുമ്പസാരത്തിന് ശേഷം ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ, അതെന്നേക്കുമായി ഉപേക്ഷിക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹകരണമാണ് ദൈവത്തോട് ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാൻ, അത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചാൽ ഓരോ കുമ്പസാരവും തീർച്ചയായും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ കുടുംബത്തെ സംബന്ധിച്ചും വലിയ അനുഭവമായി മാറുക തന്നെ ചെയ്യും. നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തികൾ ഈ വലിയ സൗഖ്യദായക കൂദാശയിലേക്ക് വരാനിടയായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും കാരുണ്യവും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് ശ്രദ്ധിക്കാം. കൃപകളെ സമൃദ്ധമായി ചൊരിയുന്ന തമ്പുരാൻ തീർച്ചയായും ഈ കുമ്പസാരത്തിൽ നിന്ന് അനേക നാളുകളായി അകന്ന് നിൽക്കുന്ന മക്കളെ ഈ കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാകും. വലിയ ധ്യാനങ്ങൾ കൂടുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഞാൻ പറയും, നല്ലൊരു കുമ്പസാരം ഒരു ധ്യാനത്തിന് തുല്യം തന്നെയാണ്. ആത്മാർത്ഥമായി ഒരുങ്ങിയുള്ള കുമ്പസാരം, പശ്ചാത്താപത്തോടുകൂടെ നടത്തുന്ന കുമ്പസാരം, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പുണ്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന കുമ്പസാരത്തിൻ്റെ അനുഭവം, ഈ ഒരു അനുഭവം ഉണ്ടാകാനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് വലിയ ദൈവാനുഭവത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ഒട്ടനേകം സഭാമക്കളുണ്ട്. അത്തരത്തിൽ ഈ കൂദാശ വലിയ അനുഭവമാക്കി തീർക്കുന്ന ഒരു കുടുംബത്തെ നാം ഇന്ന് അവരുടെ സാക്ഷ്യത്തിലൂടെ പരിചയപ്പെടുകയാണ്. അവരുടെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് മാർട്ടിൻ പാലക്കാപ്പിള്ളിൽ. തിരുവചന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് 10-18 വർഷമായി പ്രവർത്തിക്കുന്നു. ദൈവിൽ എന്നൊരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക. തിരുവിഷ്ടം എന്നൊരു മാഗസീനും ധ്യാന ശുശ്രൂഷകളും ആതുര സേവന രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഭാര്യയും 3 മക്കളുമാണുള്ളത്. മൂത്ത മകൾ സ്നേഹ ഹോമിയോ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ദയ ആയുർവേദ മെഡിസിന് പഠിക്കുന്നു. മൂന്നാമത്തേത് ആനന്ദ് 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഭാര്യയുടെ പേര് മിനി എന്നാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും 12 വയസ്സ് മുതൽ 7ാം ക്ലാസ് മുതൽ നിരീശ്വരത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായി. നീണ്ട 18 വർഷക്കാലം ദൈവമില്ലെന്ന് പഠിപ്പിക്കാനും തിരുസഭയെ എതിർക്കാനും വേണ്ടിയാണ് ഞാൻ ജീവിതം ചെലവഴിച്ചത്. ഒരു ജ്വല്ലറിയും ഫർണിച്ചർ വർക്ക്ഷോപ്പും ലെയ്ത്ത് വർക്ക്ഷോപ്പും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവനിഷേധിയായ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടാനിടയായത്. ആകസ്മികമായല്ലെങ്കിലും എനിക്കുണ്ടായിരുന്ന ചില രോഗങ്ങൾ പരിശോധിക്കാനിടയായപ്പോഴാണ് എൻ്റെ 2 വൃക്കകളും തകരാറിലായി എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജീവിതത്തിലെ കടബാധ്യതകളും അസ്വസ്ഥതകളും എല്ലാം ഞെരുക്കിയ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാനൊന്നും അല്ലാതെ നിൽക്കുന്നൊരു സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒരു തിരുവചനം എൻ്റെ കാതുകളിൽ ശ്രവിക്കാനിടയായി.
ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നൊരു ശബ്ദം. ആ ശബ്ദം കേട്ട ഞാൻ അതെവിടെ നിന്നായിരിക്കുമെന്ന് അന്വേഷിക്കുന്നു. അന്ന് ധ്യാനങ്ങളൊക്കെ കൂടിയിരുന്ന എൻ്റെ അമ്മയാണ് പറയുന്നത് അത് ജോബിൻ്റെ പുസ്തകത്തിലാണ്. അങ്ങനെ ജോബിൻ്റെ പുസ്തകം ഞാൻ ആദ്യമായി വായിക്കാനിടയായി. ബൈബിൾ ആദ്യമായി കയ്യിലെടുത്തു. അങ്ങനെ വായിച്ചു നോക്കി. ജോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈ വചനം ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഭാര്യയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ശുശ്രൂഷകളിലൊക്കെ പോകാൻ തുടങ്ങി. അവരുടെയൊക്കെ പ്രാർത്ഥന ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ നിരീശ്വരത്തിൽ തന്നെ തുടരുകയാണ്. എങ്കിലും ഈ വചനം ഞാൻ വായിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഈ വചനഭാഗം ഞാൻ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ ഇടയ്ക്ക് എൻ്റെ കുടുംബം എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൗതാശികമായി വിവാഹം ചെയ്യണം, ദേവാലയത്തിൽ പോകണമെന്നൊക്കെ കുടുംബാംഗങ്ങൾ നിർബന്ധിക്കാൻ തുടങ്ങി. മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവസാന കാലത്തെങ്കിലും ആരെങ്കിലുമൊക്കെ അനുസരിച്ചേക്കാമെന്ന് കരുതി ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വചനം വായിക്കുന്നത്. നീണ്ട 6 മാസക്കാലത്തോളം വീടിനകത്ത് തന്നെ ഇരുന്ന് സഹോദരൻ്റെ വീട്ടിൽ പോയിരുന്നാണ് ഞാനത് വായിക്കുക. എൻ്റെ വീട്ടിൽ ബൈബിളില്ല. പോയിരുന്ന് വായിക്കാൻ തുടങ്ങി. 6 മാസക്കാലം ഇങ്ങനെ വായിച്ചു. അതിനിടയ്ക്ക് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കാനിടയായി. ഞാൻ എല്ലാ ദിവസവും പാലക്കാട് നിന്ന് കള്ളു കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. ആ പോകുന്ന യാത്രയിൽ ഈ പോട്ട ആശ്രമത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഭക്തരായ ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കും. ഞാനും വാഹനത്തിലുള്ളവരും അവരെ തടഞ്ഞു നിർത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പോരാറ്. അതുകൊണ്ട് സഹോദരനോട് ഞാനിങ്ങനെ ആവശ്യപ്പെട്ടു, എനിക്കൊന്ന് ഈ ആശ്രമം ഒന്ന് കണ്ടാൽ കൊള്ളാം. ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല. അങ്ങനെ അദ്ദേഹം എന്നെ ഈ പോട്ട ആശ്രമത്തിൽ കൊണ്ടുപോയി. ഒരു ഞായറാഴ്ച ദിവസം 97 നവംബർ 23-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഈ ആശ്രമത്തിൽ ചെന്നു. അവിടെ അന്ന് ഇന്നത്തെ പോലെയല്ല, പഴയ ഓല ഷെഡുകളൊക്കെയാണ്. അദ്ദേഹം അവിടെ പോകാറുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെയൊക്കെ നടത്തി ഇനി സ്ഥലമൊക്കെ കാണിച്ചു തന്നു. തിരികെ പോരാൻ നേരത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഒത്തിരി അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാനിരിക്കുന്നുണ്ട്, നിനക്കൊന്ന് കുമ്പസാരിച്ചുകൂടെ? അങ്ങനെ കുമ്പസാരത്തിന് ചെന്നു. പുരോഹിതനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ 18 വർഷമായി കുമ്പസാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും പുറകിൽ പോയി നിന്നാൽ മതി. എന്നെ പുറകിൽ നിന്നു. വീണ്ടും എൻ്റെ ഊഴമെത്തിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാനിങ്ങനെ ഒരു ഹൈന്ദവ സ്ത്രീയുമായിട്ടാണ് ജീവിക്കുന്നത്, വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം നടന്നിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കുമ്പസാരത്തിന് ആശീർവാദം തരാൻ നിവൃത്തിയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഡിസംബർ 17-ാം തീയതി വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ മേൽ എനിക്ക് കുമ്പസാരത്തിൻ്റെ ആശീർവാദം തരാമെന്ന് പുരോഹിതനേറ്റു. നീണ്ട 1.5 മണിക്കൂർ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപ സാഹചര്യങ്ങളും ഏറ്റുപറഞ്ഞു. കുമ്പസാരത്തിൻ്റെ ആശീർവാദ സമയത്തും ഞാൻ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല. ആശീർവദിക്കുമ്പോൾ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ പാപവും നിൻ്റെ രോഗവും മോചിച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, പാപം മോചിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, പക്ഷെ രോഗം മോചിക്കാൻ ആരെക്കൊണ്ട് പറ്റും? ഞാൻ കുമ്പസാരം കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് പരിഹാരമനുഷ്ഠിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരികെ വീട്ടിൽ വന്നു. അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. സാധാരണ വേദനകളുടെ ആധിക്യം മൂലം എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധ്യമല്ല. എന്നാൽ അന്ന് നേരത്തെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശരീരത്ത് ഈ വേദനയുടെ യാതൊരു അംശവും കാണപ്പെട്ടില്ല. അതുകൊണ്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാതിരുന്ന, കിടന്നാൽ അനങ്ങാൻ പറ്റാതിരുന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ രോഗത്തിന് ബാഹ്യമായ ശമനമുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നീട് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിഡ്നി സംബന്ധമായ യാതൊരു രോഗവുമില്ല എന്ന് വെളിവായി. 2 കിഡ്നിയും ഡീക്കേയിങ് ആയിരുന്ന എനിക്ക് ഈ സൗഖ്യം ലഭിച്ചത് കുമ്പസാരത്തിൻ്റെ അടയാളമായിട്ടാണ്.
കർത്താവായ ഈശോയെ, അവിടുത്തെ വലിയ കാരുണ്യത്തിൻ്റെ കൂദാശയായ കുമ്പസാരത്തെ പ്രതി അങ്ങേ സ്തുതിക്കുന്നു. സൗഖ്യദായകമായ ഈ കൂദാശയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ ഓരോന്നും കടന്നു വരുന്നതിന് അവിടുന്ന് ഇടവരുത്തണമേ. ഈ കൂദാശയിലേക്ക് വരുന്ന ഓരോ മക്കൾക്കും സൗഖ്യത്തിൻ്റെ അനുഭവം അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ.